ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം സെമി ഫൈനലിലേക്ക് കടക്കുന്നതിനിടയിൽ ക്രിക്കറ്റ് ലോകത്ത് പുതിയ ചില സംഭവ വികാസങ്ങൾ കൂടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 ന്യൂസിലാൻഡ് കോച്ചുമാരുടെ പണിയാണ് തെറിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വാർത്ത. അതിലൊരാളുടെ കോച്ച് പണി ലിറ്ററലി തെറിച്ചതാണെങ്കിൽ മറ്റേയാൾ പടിയിറങ്ങിയതാണ്. ആദ്യത്തെ ആൾ ബ്രെൻഡൻ മക്കുലമാണ്. ബാസ് ഇംഗ്ലീഷ് ടെസ്റ്റ് കോച്ച് പദവിയിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബാസിന്റെ പണി തെറിച്ചത്. ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വാർത്തയാണ്. ബാസ്ബോളിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്കായിരിക്കും ഇനി ഇംഗ്ലണ്ട് കാണാൻ പോകുക. ക്രിക്കറ്റ് ലോകത്ത് വീശിയ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബാസ്ബോൾ എന്നത് ഒരു ശൈലി, ആ സമയത്ത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു. രണ്ടാമത്തെ ആൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് ആണ്. CSKയിൽ നിന്നും 17 വർഷത്തെ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. അതും ഒരു യുഗാന്ത്യം തന്നെയാണ്. രണ്ടുപേരും പണി തെറിച്ച ഈ രണ്ടുപേരും കിവീസ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരായും കോച്ചിങ്ങിലും മികച്ചവരെന്ന് പേരെടുത്തവരുമാണ്. അവർ അത് തെളിയിച്ചിട്ടുമുണ്ട്. അവരുടെ യാത്രയപ്പ് തീർച്ചയായും ക്രിക്കറ്റ് ലോകത്തെ വലിയ വാർത്തകളിലൊന്നാണ്. മക്കുലത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ടെസ്റ്റിലെ മുഖ്യ പരിശീലകനായ ബാസിനെ ബ്രെൻഡൻ മക്കുലത്തെ ECB ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത്. ആഷസ് പരമ്പരയിലെ കനത്ത തിരിച്ചടിക്കും അതിനുശേഷം ന്യൂസിലാൻഡിനെതിരായ പരമ്പര തോൽവിക്കും പിന്നാലെയാണ് ECBയുടെ ഈ തീരുമാനമുണ്ടായത്. ടെസ്റ്റിലെ പദവി തെറിച്ചെങ്കിലും മക്കുലം പരിമിത ഓവർ ഏകദിന T20 ടീമുകളുടെ പരിശീലകനായി തുടരും. അത് മറ്റൊരു കാര്യമാണ്. സത്യത്തിൽ കഴിഞ്ഞ ആഷസിന് ശേഷം മുതൽ തന്നെ ബ്രെൻഡൻ മക്കുലത്തിന് മേലും അതുപോലെ ബാസ് ശൈലിക്കും എതിരെ ആ സമയത്ത് വൻ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര കൂടി കൈവിട്ടതോടെ ആ വിമർശനത്തിന്റെ തോതും കൂടി. ബാസ്ബോൾ ശൈലി എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് ആണെങ്കിലും റിസൾട്ട് നൽകുന്നില്ലെന്നതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. മുൻ നായകരടക്കം ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. മൈക്കൽ വോണും നാസർ ഹുസൈനും എല്ലാം ഈ ശൈലിക്കെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. ന്യൂസിലാൻഡ് പര്യടനത്തിനിടയിൽ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പരിശീലകനായ ബ്രെൻഡൻ മക്കുലത്തിന്റെയും നാളുകൾ എണ്ണപ്പെട്ടുവെന്ന തരത്തിലുള്ള സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. സത്യത്തിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ കളത്തിന് പുറത്തുള്ള പല സംഭവങ്ങളുടെയും പേരിൽ മുൾമുനയിൽ നിർത്തിയ ഒരു ടൂർണമെന്റ് ആയിരുന്നു. നൈറ്റ് ക്ലബിൽ വെച്ച് ബെൻ സ്റ്റോക്സ് അടിയുണ്ടാക്കിയത് വിവാദമായതിനെ തുടർന്ന് അദ്ദേഹത്തിന് 2ാം ടെസ്റ്റിലുള്ള ടീമിൽ നിന്നും സ്റ്റോക്സിനെ ഒഴിവാക്കിയതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം 3ാം ടെസ്റ്റിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയെങ്കിലും ആ ടെസ്റ്റിനിടെ സ്റ്റോക്സിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം കൂടി ഉണ്ടാവുകയായിരുന്നു. സ്റ്റോക്സിന്റെ പടിയിറക്കത്തോടെ മക്കുലത്തിന്റെയും ക്രിക്കറ്റ് ഡയറക്ടർ റോബർട്ട് കീയുടെയും സ്ഥാനങ്ങൾ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലായിരുന്നു. ഏത് നിമിഷവും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. ഇതിനിടെ ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം പരിശീലക സ്ഥാനത്തേക്ക് നമ്മുടെ മുൻ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ നോട്ടമിട്ടു കഴിഞ്ഞു ECB എന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നിരുന്നു. മക്കുലം സ്റ്റോക്സ് സഖ്യത്തിന് കീഴിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗ റൺവേട്ട ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണാത്മക ശൈലിയായ ബാസ്ബോൾ ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിലും തുടക്കത്തിൽ അത് വിജയമായിരുന്നെങ്കിലും ഇന്ത്യ അതുപോലെ ഓസ്ട്രേലിയ തുടങ്ങിയ വൻ ശക്തികൾക്കെതിരെ പരമ്പര വിജയങ്ങൾ നേടാൻ ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിന് കഴിഞ്ഞിരുന്നില്ല. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ ടീമുകൾക്കെതിരെ വിജയം കണ്ടെങ്കിലും വലിയ പോരാട്ടങ്ങളിൽ ഈ തന്ത്രം പരാജയപ്പെട്ടു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ബാസ്ബോളിന്റെ അതിനുശേഷമുള്ള തുടക്കത്തിലെ പുഷ്കലകാലത്തിന് ശേഷം അതുപോലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. 2022 ബ്രെൻഡൻ മക്കുലം ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിന്റെ പരിശീലകനായി ചുമതലയേൽക്കുന്നത്. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയും ഇന്ത്യക്കെതിരായ ടെസ്റ്റും ജയിച്ചുകൊണ്ട് മികച്ച തുടക്കമാണ് ബാസ്ബോളിന് അല്ലെങ്കിൽ ബ്രെൻഡൻ മക്കുലത്തിന് കോച്ച് എന്ന രീതിയിൽ ലഭിച്ചതെങ്കിലും പിന്നീട് ടീമിന്റെ പ്രകടനം മോശമാവുകയായിരുന്നു. അതിനൊപ്പം ആഷസ് പരമ്പരയ്ക്കിടെ സ്റ്റോക്സും മക്കുലവും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഓസ്ട്രേലിയയോട് ആഷസിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങുമ്പോഴും കളിക്കാർ കാസിനോ സന്ദർശിച്ചതും മദ്യപാന പാർട്ടികളിൽ ഏർപ്പെട്ടതും ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അപ്പോൾ ECBയുടെ ഈ തീരുമാനത്തിലൂടെ ബാസിന്റെ പ്രസ്താവനയും അതിനുശേഷം പുറത്തു വന്നിട്ടുണ്ട്. ടെസ്റ്റ് ടീമിനെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ഒരുപാട് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരുന്നു എൻ്റെ യാത്ര. പദവിയിൽ നിന്നും മാറേണ്ടി വന്നതിൽ നിരാശയുണ്ടെങ്കിലും ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനത്തെ ബഹുമാനിക്കുന്നു. ഇനി പരിമിത ഓവർ ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇംഗ്ലീഷ് ടീമിനെ മുന്നോട്ട് നയിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. പുതിയ ടെസ്റ്റ് ടീമിന് എല്ലാ വിജയങ്ങളും നേരുന്നു എന്നാണ് ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം മക്കുലത്തിന്റെ പ്രതികരണം. ഏതായാലും ഇംഗ്ലീഷ് ക്രിക്കറ്റിന് ഇതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും. ബാസ്ബോളും അതുപോലെ തന്നെ ബ്രെൻഡൻ മക്കുലവും ബെൻ സ്റ്റോക്സും ബാസ്ബോളും ഒന്നും ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ടീമിനെയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോവുക. അവരിതുവരെയും ഒരു പുതിയ ക്യാപ്റ്റനെ ബെൻ സ്റ്റോക്സിന് ശേഷം പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ ഇനി എന്താവും അവരുടെ ടെസ്റ്റ് സ്ട്രാറ്റജി എന്നതും വ്യക്തമല്ല.
ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരമായ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്ന ടീം ഏതെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ 3-4 വർഷമായുള്ള ഉത്തരങ്ങളിൽ ഒന്ന് തീർച്ചയായും ഇംഗ്ലണ്ട് എന്ന് തന്നെയായിരിക്കും. നമുക്കറിയാം, ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു അവരുടെ കോച്ചായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥാനം ധരിച്ച ബ്രണ്ടൻ മക്കുലം. തൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ഉടനീളം അതേ ആക്രമണോത്സുകതയിലൂടെ അദ്ദേഹം വാരിക്കൂട്ടിയ റൺസുകളും റെക്കോർഡുകളും വിജയങ്ങളും ഒക്കെ നിരവധിയാണ് കിവീസിനെ സംബന്ധിച്ചിടത്തോളം. ബാറ്റിംഗിലെ അതേ അറ്റാക്കിംഗ് സ്റ്റൈൽ ക്യാപ്റ്റൻസിയിലും ബ്രണ്ടൻ മക്കുലം കൊണ്ടുവന്നതോടെയാണ് ബ്ലാക്ക് ക്യാപ്സിന് ചരിത്രത്തിൽ ആദ്യമായി ഏകദിന ലോക ഫൈനലിലേക്ക് പ്രവേശനം ലഭിച്ചത് 2015. ഇംഗ്ലീഷ് ടെസ്റ്റ് ടീം കോച്ചായതിനു ശേഷവും അദ്ദേഹം അതേ ആക്രമണോത്സുകത തുടരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ ഇക്കഴിഞ്ഞ 2-3 വർഷം കണ്ടത്. തൻ്റെ കളിക്കാരിലും അതേ ആക്രമണോത്സുകത ഇഞ്ചക്ട് ചെയ്തിരുന്ന കാഴ്ചയായിരുന്നത്. ആ കാഴ്ചയും കേലി ശൈലിയുമാണ് ഇനി ഇല്ലാതാക്കാൻ പോകുന്നത്. ഇനി രണ്ടാമത് പടി ഇറങ്ങിയ ആൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് ആണ്, CSKയുടെ കോച്ച്. IPL ചരിത്രത്തിൽ തന്നെ ഐതിഹാസിക കോച്ച് എന്ന വിശേഷണത്തിന് ഏറ്റവും അനുയോജ്യനാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ്. നമുക്കറിയാം, ഒടുവിൽ നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷമാണ് CSKയുടെ പരിശീലക സ്ഥാനം അദ്ദേഹം ഒഴിയുന്നത്. CSKയെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കൺ തന്നെയായിരുന്നു അദ്ദേഹം, മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ തന്നെ. ടീമിൻ്റെ ഉയർച്ചകളിലും താഴ്ചകളിലുമെല്ലാം ഒരുപോലെ ധോണിക്കൊപ്പം ഉണ്ടായിരുന്ന സജീവ സാന്നിധ്യമാണ്. ധോണിയുടെ വലങ്കയായി അദ്ദേഹം ഉണ്ടായിരുന്നു. CSKയുടെ ഫേസ് ആയിരുന്നു അദ്ദേഹം. മുൻ ന്യൂസിലാൻഡ് നായകൻ കൂടിയാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്ന് നമുക്കറിയാം. 2008 പ്രഥമ IPL CSKയുടെ ഓപ്പണിംഗ് ബാറ്ററായിട്ട് അദ്ദേഹം CSK ടീമിൽ ഒപ്പമുണ്ടായിരുന്നു. ആ സമയമാണ് അദ്ദേഹം CSKയ്ക്ക് ഒപ്പം എത്തിയത്. തൊട്ടടുത്ത വർഷം അദ്ദേഹം പരിശീലകൻ്റെ റോളിലേക്ക് മാറുകയും ചെയ്യുന്നു. പിന്നീട് ഇത്രയും വർഷങ്ങൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് becomes the first coach to win 5 IPL titles. 5 IPL കിരീടങ്ങൾ നേടുന്ന ആദ്യത്തെ കോച്ചായിരുന്നു അയാൾ. നമുക്കറിയാം, ടീമിൻ്റെ വിജയ സമയത്ത് മാത്രമല്ല, കഴിഞ്ഞ സീസണിലടക്കം പരാജയ സമയത്തും അയാളായിരുന്നു ടീമിൻ്റെ പത്രസമ്മേളനങ്ങളിലും മറ്റുമൊക്കെ വന്നുകൊണ്ട് ടീമിനെക്കുറിച്ചും അതുപോലെ ടീമിൻ്റെ പോസിറ്റീവിനെക്കുറിച്ചും പ്രത്യാശകളെക്കുറിച്ചും എല്ലാം വിവരങ്ങൾ പങ്കുവച്ചിരുന്നത്. ദ സ്പെഷ്യൽ വൺ ഓഫ് CSK എന്ന് തന്നെ പറയാം സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ കുറിച്ച്. CSKയുടെ നേട്ടങ്ങളുടെ ക്രെഡിറ്റിന് അദ്ദേഹത്തിന് തീർച്ചയായും അർഹതയുണ്ട്. ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു കോച്ചും ഏതെങ്കിലും ഒരു ടീമിനൊപ്പമോ വ്യത്യസ്ത ടീമുകൾക്കൊപ്പമോ ഇത്രയും കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല എന്ന് അറിയുമ്പോഴാണ് ഫ്ലെമിങ്ങിൻ്റെ കോച്ചിനെ എത്രമാത്രം അദ്ദേഹം സ്പെഷ്യലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. CSKയ്ക്കൊപ്പമുള്ള സമയത്ത് തന്നെ ഇതിൻ്റെ 2 സീസണുകളിൽ CSK IPL നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ ധോണിക്കൊപ്പം തന്നെയായിരുന്നു ഫ്ലെമിംഗ്. 2016-17 വർഷങ്ങളിലായിരുന്നു അത്. ധോണി പുതിയ ഫ്രാഞ്ചൈസിയായിരുന്ന റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റനായപ്പോൾ ടീമിനെ പരിശീലിപ്പിച്ചതും ഇതേ ഫ്ലെമിംഗ് ആയിരുന്നു. 2010 സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ ശിക്ഷണത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യത്തെ IPL കിരീടത്തിൽ മുത്തമിട്ടത്. തൊട്ടടുത്ത വർഷവും CSK കിരീടം നിലനിർത്തുന്നു. അടുത്ത 2 വർഷങ്ങളിലും CSK ഫൈനലിൽ കടന്നെങ്കിലും കപ്പിനരികെ കാലിടറുകയായിരുന്നു. 2015 വീണ്ടും ഫൈനലിൽ തോൽക്കാനായിരുന്നു CSKയുടെ വിധി. വിലക്ക് കഴിഞ്ഞ് 2018 IPLിലേക്കുള്ള മടങ്ങിവരവ് CSK ആഘോഷിച്ചത് 3ാം IPL കിരീടത്തോടു കൂടിയായിരുന്നു. തൊട്ടടുത്ത വർഷം കലാശപ്പോരിൽ CSK വീഴുന്നു. 2021 4ാം കിരീടം ചൂടിയ CSK ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2023 5ാമത്തെ ട്രോഫിയിലും മുത്തമിടുന്നു. IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫ്രാഞ്ചൈസികളിൽ ഒന്നായി CSKയെ വളർത്തിയെടുത്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വഴിമാറുന്നത്. IPL കിരീടം കൂടാതെ 2 ചാമ്പ്യൻസ് ലീഗ് ട്രോഫികളും ടീമിന് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 18 വർഷം എന്നത് സ്പോർട്സിൽ ഒരു ജീവിതകാലമാണ്. അദ്ദേഹം ഈ വിരമിച്ചതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 18 വർഷം എന്നത് സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതകാലം തന്നെയാണ്. നന്ദിയോടെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം പരിശീലകൻ എന്ന നിലയിലുള്ള എൻ്റെ സമയം കോച്ചിങ് കരിയറിലെ ബഹുമതി കൂടിയാണ്. നമ്മൾ നേടിയിട്ടുള്ള എല്ലാത്തിനും എനിക്ക് അഭിമാനമുണ്ട് എന്നാണ് CSK പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ വാക്കുകൾ. 2023 ശേഷം പക്ഷേ ടീമിൻ്റെ പ്രകടനത്തിൽ വലിയ ഇടിവാനുണ്ടായത് എന്നൊരു സത്യം അവിടെ കിടക്കുന്നുണ്ട്. അവസാന 3 സീസണുകളിലും ആ ടീമിന് CSKയ്ക്ക് പ്ലേ ഓഫിൽ പോലും എത്താൻ ഫ്ലെമിങ്ങിന് കീഴിൽ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്. 2024 പോയിന്റ് പട്ടികയിൽ 5ാമതായിരുന്നു CSK. 14 കളികളിൽ അന്ന് ജയിക്കാനായത് 7 എണ്ണത്തിൽ മാത്രമാണ്. 2025 IPLിൽ തകർച്ചയുടെ പടുകുഴിയിലേക്ക് CSK കൂപ്പുകുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ചരിത്രത്തിൽ ആദ്യമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് അവർ വീഴുകയായിരുന്നു. അതായത് അത്രയും ലെഗസിയുള്ള ഒരു ടീം വീഴുകയായിരുന്നു. കഴിഞ്ഞ തവണയാവട്ടെ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു CSKയ്ക്ക്. അതിന് പുറകെ ഫ്ലെമിങ്ങിൻ്റെ കോച്ചിങ്ങിനെതിരെയും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ആധുനിക T20യിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ധോണിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ആ പഴയ ഗെയിം പ്ലാനിൽ തന്നെ അദ്ദേഹം തുടരുന്നതാണ് ടീമിന് തിരിച്ചടിയാവുന്നതെന്ന വിമർശനങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ബ്രണ്ടൻ മക്കുലത്തിനൊപ്പം സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെയും പണി തെറിക്കുകയായിരുന്നു. അപ്പോൾ എന്തു തന്നെയായാലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ CSKയെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു എൻഡ് ഓഫ് എൻ എറ എന്ന് തന്നെയാണ്. അത് അനിവാര്യമായ ഒരു യുഗാന്ത്യം എന്ന് തന്നെ ഈ ഒരു വിടവാങ്ങലിനെ, അല്ലെങ്കിൽ CSKയ്ക്കൊപ്പമുള്ള ഫ്ലെമിങ്ങിൻ്റെ വിടവാങ്ങലിനെ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനൊപ്പം ബ്രണ്ടൻ മക്കുലം ഇംഗ്ലണ്ടിൻ്റെ കോച്ച് സ്ഥാനം ഒഴിയുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നും പുറത്താക്കപ്പെടുന്നത്, അതും ഒരു യുഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശൈലിയുടെ തന്നെ അന്ത്യമാണ്.